സൂര്യ ഉപാസന നടത്തുന്ന ഹീര രത്തൻ മനേക്ക് ഈ അടുത്ത കാലത്ത് മരിച്ചതായിട്ട് നിങ്ങൾ കേട്ടതാണ്. എങ്ങനെയാണ് ഈ സൂര്യനെ മാത്രം നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നത്? അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിന് അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ ആഹാരം കഴിക്കാതെ സൂര്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഊർജ്ജം സ്വീകരിച്ചിട്ട് പുള്ളിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല പുള്ളി അതിനെപ്പറ്റി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നാസ പോലും പുള്ളിയെ കൊണ്ടുപോയി പഠനം നടത്തി എന്നുള്ളതാണ്. പുള്ളിയെ കൊണ്ടുപോയി പഠനം നടത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ ഇനിഷ്യേറ്റീവ് എടുത്ത് പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു 7 ദിവസം കൊണ്ട് നിർത്തി ഒരു പഠനം നടത്തി എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് സൂര്യനെ മാത്രം നോക്കിക്കൊണ്ട് ആഹാരമൊന്നും കഴിക്കാതെ, ഇദ്ദേഹമല്ലാതെ വേറൊരാളുണ്ട് പ്രഹ്ലാദ് ജാനി, അദ്ദേഹം പച്ചവെള്ളം പോലും കുടിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ 70 വർഷമായിട്ട് കുടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇദ്ദേഹം 1995 മുതലാണ് ആഹാരം കഴിക്കുന്നില്ല എന്ന് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഇതിലെന്താണ് സത്യം? അങ്ങനെ ഒരു മനുഷ്യന് ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും സൂര്യനെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്കിന്ന് വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ശരിക്കും ഒരു മനുഷ്യന് ഇങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എങ്ങനെയാണ് മനുഷ്യന് ഊർജ്ജം ഉണ്ടാക്കുന്നത്? ഈ നമ്മുടെ എനർജി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാണ് അല്ലെങ്കിൽ 3 തരത്തിലാണ് നമ്മൾ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ മസിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ATP ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഊർജ്ജത്തിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ധനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് നമ്മുടെ മസിലിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള എനർജി ബേസ്റ്റുകൾ, പെട്ടെന്ന് കൈ പൊക്കുക, കാല് പൊക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ മസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ATP ഉപയോഗിക്കണം. ഇതിനാണ് ATP PCR എന്ന് പറയുന്നത്. നമുക്കൊരു 5 സെക്കൻഡോ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 സെക്കൻഡ് വരെയൊക്കെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഊർജ്ജം ഉപയോഗിക്കാൻ പറ്റും. ഇത് ടോട്ടലി അനൈറോബിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ്. അതായത് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, ഇതിൽ നിന്നെല്ലാം ATP ഉണ്ടാക്കിയതിന് ശേഷം അത് ഊർജ്ജമായിട്ട് ഉപയോഗിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ സാധനം തീരുന്ന സമയമാകുമ്പോഴാണ് ഈ പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഓടുകയാണ്, ആദ്യത്തെ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ നമുക്ക് ആ സഡൻ ബേസ്റ്റ് ഓഫ് എനർജിയൊക്കെ ATP PCR എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഊർജ്ജം ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഊർജ്ജം ഉപയോഗിക്കുന്നതെങ്കിൽ ആ സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് തീർന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഗ്ലൈക്കോളിസിസ് നിന്നുള്ള എനർജി എടുത്തു തുടങ്ങും. ഇതും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലാക്റ്റേറ്റും അതുപോലെ തന്നെ H+ അയോൺസ്, അതായത് ഇത് രണ്ടും ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ മസിലിലൊക്കെ ലാക്റ്റിക് ആസിഡ് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവും. ശരീരത്തിൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കുന്നതായിട്ടുണ്ട്. ഇതൊക്കെ അനൈറോബിക് ആയിട്ടുള്ള എക്സസൈസുകളാണ്. ഇങ്ങനെ ഇതും നമ്മൾ ഊർജ്ജം ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരീരത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ ഊർജ്ജം വേണം. ഊർജ്ജം ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തത് നമ്മുടെ ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വളരെ ലോങ് റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ഊർജ്ജത്തിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ATP പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കർബ് സൈക്കിൾ എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ നമ്മുടെ കോശത്തിനകത്തുള്ള ഒരു കുഞ്ഞു സാധനമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ATP ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റോ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റോ അമിനോ ആസിഡോ എന്ത് സാധനമായിരുന്നാലും നമ്മൾ കഴിച്ച് അത് ദഹിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ATP ആയിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, ജീവൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കാം ഒരുപക്ഷെ എങ്ങനെയാണ് ഈ ചെടികളെല്ലാം ഊർജ്ജം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫോട്ടോസിന്തസിസ് വഴിയാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് അവർ ഊർജ്ജം ഉണ്ടാക്കുന്നത്. അവർക്കിത് എന്തുകൊണ്ട് പറ്റുന്നു? അവരുടെ സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ടാണ്. അവിടെ ഈ ഒരു കാര്യം അറിയാം, നമുക്ക് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഈ ക്ലോറോഫിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഹാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ കഴിയുന്നത് ചെടികൾക്കാണ്. കാര്യം എന്താണ്? അവർക്കിതുണ്ട്. ഇതെങ്ങനെയാണ് വന്നത്? അത് കുറച്ച് പരിണാമം അറിയണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ സാധനം വന്നതും അതുപോലെ തന്നെ ഈ ചെടികളിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം വന്നതും രണ്ടും എൻഡോ സിംബയോസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ്. അതാണ് ഇന്ന് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു തിയറി. അനൈറോബിക് ആയിട്ടുള്ള ഒരു ഇന്നത്തെ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ എല്ലാം ഒരു പൂർവികൻ ആ സമയത്ത് അകത്തേക്ക് വിഴുങ്ങിയ ഒരു ബാക്ടീരിയ, എയറോബിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് നമ്മുടെ ഇന്ന് കാണുന്ന മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത് എന്ന് പറയാം. അതുപോലെ തന്നെ ചെടികളിൽ സംഭവിച്ചത് എന്താണ്? ഇതേ പ്രോസസ്സ് വഴി തന്നെ എൻഡോ സിംബയോസിസ് എന്നാണ് പറയുന്നത്. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ 2 ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വേണ്ടത് നിനക്കും നിനക്ക് വേണ്ടത് എനിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സെറ്റപ്പ്. എൻഡോ സിംബയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ 2 ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിനുള്ളിൽ എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെടികളും ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ജീവിയെ ഉള്ളിലേക്ക് വിഴുങ്ങുകയും അവർക്ക് സൂര്യപ്രകാശം സ്വീകരിച്ച് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പ്ലാന്റ്സിന് അത് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മനുഷ്യന് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഇവരുടെയൊക്കെ ക്ലെയിം എന്താണ്? നമുക്ക് തലയിൽ
പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിന് മെലോട്ടോണിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നോക്കുമ്പോൾ അത് മൂന്നാമതൊരു കണ്ണായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനകത്ത് നിന്നുള്ള ഈ ഊർജ്ജത്തിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ മെലോട്ടോണിനെ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജമാക്കി മാറ്റാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രീയ അറിവ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് തീർച്ചയായിട്ടും യുക്തിരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇവർ ഇതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, അവർ ATP ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ജീവനോടെ ഇരിക്കുന്നത്. അത്രയും സിമ്പിളാണ് ഈ കാര്യങ്ങൾ. ഈ ഹിര രത്തൻ മനേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പീറ്റർ സോഷൻ എന്ന് പറഞ്ഞ ഒരാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹത്തിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി. ഇദ്ദേഹം പറയുന്നത് എന്താണ്, എനിക്ക് 100 കോടി രൂപ തന്നാൽ പോലും ഞാൻ ഒരു തുള്ളി വറ്റ് കഴിക്കില്ല, എനിക്ക് ആഹാരം ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഈ പീറ്റർ സോഷർ വളരെ ഒരു എന്താ പറയുക, ഒരു സ്റ്റെൽത്തിൽ മോഡിൽ അല്ലെങ്കിൽ ആരും അറിയാതെ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നോക്കിയപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലിരുന്ന് ബുഫയിൽ 3 പ്രാവശ്യമായിട്ടൊക്കെ പോയി ബുഫേ എടുത്ത് കഴിക്കുന്നത് കണ്ടു. ഇദ്ദേഹത്തിനോട് ഇത് എന്താ സംഭവം എന്ന് ഇങ്ങേര് തന്നെ പോയി ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ കാര്യം എന്താണ്, അത് എനിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഒരാൾ $100 തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു വേണ്ടി പോസ് ചെയ്ത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ വാദം. അതിനുശേഷം പീറ്റർ സോസറിന് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹം ഒരു മെയിൽ അയക്കുന്നുണ്ട്. ഈ മെയിലാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിനകത്ത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശരീരം വേണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ ആഹാരം കഴിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സർട്ടിഫൈ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ATP ഉണ്ടാക്കാതെ, നമ്മൾ ആഹാരം കഴിക്കാതെ, നമ്മുടെ ഉള്ളിലേക്ക് എനർജി പോകാതെ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും എനർജി റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് പലരും പത്രക്കാരൊക്കെ എഴുതുന്നു ഇത്രയും വർഷമായിട്ട് 95 മുതൽ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ കൊണ്ടുപോയി നാസ പഠനം നടത്തി. ശരിക്കും ശരിയാണ്. കാര്യം ഈ ആസ്ട്രോനോട്ട്സ് പോലെയുള്ളവരൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് വെറുതെ സൂര്യനെ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ വെറുതെ ഇവിടുന്ന് ആഹാരമൊന്നും വലിച്ചു വാരി കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി നാസ കൊണ്ടുപോയി പഠനം നടത്തി. പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലുള്ള 2 ശാസ്ത്രജ്ഞരെയാണ്, മെഡിക്കൽ ഡോക്ടേഴ്സിനെയാണ് ഇതിനു വേണ്ടി ഏർപ്പാട് ചെയ്തത്. അവരൊരു 7 ദിവസം നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവരവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇതിനെപ്പറ്റി ആരും പറയില്ല. പക്ഷേ എല്ലാവരും പറയുന്നതാണ് നാസ പഠനം നടത്തി, അതുകൊണ്ട് പുള്ളിക്കിടലുമാണ്. അതാണ് ആ സെറ്റപ്പ്. അതുപോലെ തന്നെയാണ് ഈ പ്രഹ്ലാദ് ജാനി എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹവും കുറേ കാലമായിട്ട് 70 വർഷമായിട്ട് വെള്ളം പോലും കുടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കുക മാത്രം ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് എന്ത് വെള്ളം അകത്തേക്ക് പോവില്ലേ? ഇദ്ദേഹത്തെ പരിശോധിച്ച് ഡോക്ടർ തന്നെ പറയുന്നത് എന്താണ്, യൂറിനറി ബ്ലാഡർ ഇടയ്ക്ക് വീർത്ത് വരും, അത് കഴിഞ്ഞ് അത് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മൂത്രം ഒഴിക്കുന്നതുകൊണ്ടാണ്. ഈ മൂത്രം കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീണ്ടും ശരീരത്തിൽ വെള്ളം വരുന്നത്? വെള്ളം അകത്ത് ചെന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ലോജിക്ക് പോലും ഉപയോഗിക്കാതെയാണ് പല പത്രമാധ്യമങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിച്ചുവിടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഊർജ്ജം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചേ പറ്റുള്ളൂ, നമ്മുടെ ശരീരത്തിൽ ATP ഉണ്ടായേ പറ്റുള്ളൂ, സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ എന്ന് പറയുന്ന സാധനം നടന്നേ പറ്റുള്ളൂ. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യന് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അയാളുടെ നിത്യ കാര്യങ്ങൾക്കുള്ള ഊർജ്ജവും അതുപോലെ തന്നെ സ്വന്തം ശരീരം വർക്ക് ചെയ്യാനുള്ള ഊർജ്ജവും കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില്ലാതെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതെല്ലാം തട്ടിപ്പാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഈ ഡീബങ്ക് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും പക്ഷേ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ATP ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് വെറും കള്ളത്തരമാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. സൂര്യന് ഒരു രോഗങ്ങളും അങ്ങനെ മാജിക്കലായിട്ട് മാറ്റാനും പറ്റില്ല. നിങ്ങൾക്ക് സൗരോർജ്ജത്തിൽ ജീവിക്കാനും പറ്റില്ല. ശരിക്കും നിങ്ങൾ ജീവിക്കുന്ന സൗരോർജ്ജത്തിൽ തന്നെയാണ്. പക്ഷേ അത് ചെടികൾ നിങ്ങൾക്ക് വേണ്ടി ഫുഡാക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. യൂട്യൂബ് മാത്രമല്ല, നമുക്കൊരു ഫേസ്ബുക്ക് പേജും കൂടെ ഉണ്ട്, ലൂസി മലയാളം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും വളരെ യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയുള്ള ലെങ്ത് ഇല്ലാത്ത വളരെ ചെറിയ സമകാലികമായിട്ടുള്ള പല വീഡിയോകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി ഇനി നിങ്ങളെ കാണുന്നവരെ ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.